കോഴിക്കോട് കുറ്റ്യാടിയിൽ സ്ത്രീകളുടെ ശുചിമുറി ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതിന് പിടിയിലായ അസ്ലമിനെതിരെ നിസ്സാര വകുപ്പ് ചുമത്തിയത് രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമെന്ന് ബിജെപി. നിസ്സാര വകുപ്പ് ചുമത്തിയതിനാലാണ് അസ്ലമിന് ജാമ്യം ലഭിച്ചത്. സിപിഎമ്മിന്റെ ഇടപെടൽ മൂലമാണോ പ്രതിക്കെതിരെ ദുർബല വകുപ്പുകൾ ചുമത്തിയതെന്ന് അന്വേഷിക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. അരീക്കര ലാബ് നടത്തിപ്പുകാരൻ അടുക്കത്തെ അരീക്കര മുഹമ്മദ് അസ്ലമിനെയാണ് യുവതിയുടെ ശുചിമുറി ദൃശ്യം പകർത്താൻ ശ്രമിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലാബിന്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതി കുളിമുറിയിൽ പോയപ്പോൾ ജനലിനടുത്തായി മൊബൈലുമായി ഒരാളെ കണ്ട് ബഹളം വെച്ചു. ഇതോടെ പരിസരത്തുണ്ടായിരുന്നവർ ഓടിക്കൂടി. തുടർന്ന് സ്ഥലത്തെ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് മൊബൈലുമായി അസ്ലം പോകുന്നത് കണ്ടത്. തുടർന്ന് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ പ്രതിക്കെതിരെ നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയതെന്നും അതിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടലാണെന്നും ബിജെപി കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് ഒ.പി. മഹേഷ് ആരോപിക്കുന്നു. സിപിഎമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ കേസ് ദുർബലപ്പെടുത്താൻ വേണ്ടി, ഈ കേസിനെ വഴിമാറ്റാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ടോ എന്നത് ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആരൊക്കെയാണ് ഇതിൽ ഇടപെട്ടതെന്നത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. ഈ കേസുമായി ബന്ധപ്പെട്ട അസ്ലമിനെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ബിജെപി ലാബിലേക്ക് മാർച്ച് നടത്തുകയും ലാബ് അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു. പ്രതിക്കെതിരെ കർശന വകുപ്പുകൾ ചേർത്ത് നിയമ നടപടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും ബിജെപി വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.